പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 19 ആമേൻ ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരമുയർത്തി കർത്താവിനോട് നന്ദി പറയാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്തും കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു, നമ്മുടെ കർത്താവ് വിശ്വസ്തനാകുന്നു, നമ്മുടെ കർത്താവ് മതിയായവനാകുന്നു. അവനാരിലും ഉന്നതനായ ദൈവമാകുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ അല്പസമയം കൂടി സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. 113 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ള തിരുവഴുത്തിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവ്, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിലെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ കർത്താവ് അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവൻ രോഗത്തിന് വൈദ്യൻ അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. രോഗത്തിൻ്റെ ആത്മാവ്, രോഗത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പരിപൂർണമായ സൗഖ്യം ശരീരത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ആമേൻ, വേദനകളാൽ ഭാരപ്പെടുന്നവർ, പല കാരണങ്ങളാൽ അതിവേദനകൾ സഹിക്കുന്നവർ, പെയിൻ കില്ലർ കഴിച്ചിട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും ആ വേദന മടങ്ങി വരുന്ന അനുഭവത്തിൽ പോകുന്നവർ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആ വേദനയ്ക്ക് കാരണം എന്തു തന്നെയാണെങ്കിലും അത് മാറിപ്പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയുടെ റൂട്ട് കോസ് എന്ത് തന്നെയാണെങ്കിലും അത് പറഞ്ഞു പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ ആ വേദനയിൽ നിന്ന്, ആ അതിവേദനയിൽ നിന്ന് സ്വതന്ത്രരായി തീരട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നടന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഹയർ സ്റ്റഡീസിന് വേണ്ടി ആമേൻ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, ഈ ദിവസങ്ങളിൽ അഡ്മിഷനുകൾ നടന്നുകൊണ്ടിരിക്കുക. കർത്താവെ, അലോട്ട്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിളായ ആമേൻ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അവർ ആഗ്രഹിക്കുന്നിടത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലേസിൽ കർത്താവെ, നല്ല അറ്റ്മോസ്ഫിയർ ഉള്ളിടത്ത്, ആത്മീക അന്തരീക്ഷമുള്ളിടത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം. അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, മറ്റെല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ തരുന്നു. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങനെ വേലയിൽ അവർ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവ്, നഷ്ടപ്പെട്ടു പോയത് ചിലത് മടക്കി ലഭിപ്പാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. മോഷണം പോയത്, നഷ്ടപ്പെട്ടു പോയത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, കൈമോശം വന്നു പോയത്, മറന്നുപോയത്, സർട്ടിഫിക്കറ്റുകൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ, ആമേൻ ആമേൻ, മോഷണം പോയതും കയ്യിൽ നിന്ന് ആമേൻ ആമേൻ അബദ്ധവശാൽ നഷ്ടപ്പെട്ടു പോയതുമായതൊക്കെ മടക്കി ലഭിപ്പാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. അങ്ങ് അത്ഭുതം ചെയ്യണം, അതിൽ മടക്കി ലഭിപ്പാൻ ഇടവരണം. പ്രത്യേകിച്ച് കഥാവെ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്തരമായൊരു മീറ്റിംഗ് ആയിത്തീരണമേ. ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്ന മീറ്റിംഗ് ആയിത്തീരട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, മാനിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുക. പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക്
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിലും ഒരു അനുഗ്രഹമായിരിക്കും. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ആമേൻ. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ആമേൻ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 6:10 ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ ദൈവം അനീതിയുള്ളവനല്ല. ഇവിടെ പരിശുദ്ധന്മാർ നമ്മളോട് പറയുന്നു, നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല, നമ്മുടെ ദൈവം മറക്കുന്നവനല്ല, നമ്മുടെ ദൈവം പ്രതിഫലത്തെ തരുന്ന ദൈവമാണ്. ഞാനൊന്നുകൂടെ പറയാം. നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല, ദൈവം മറക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി യേശുവിനെ സ്നേഹിച്ച് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ പ്രതിഫലമുണ്ട്. അതൊന്നും ആമേൻ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകത്തില്ല. അതിനെല്ലാം കർത്താവ് പ്രതിഫലം തരും. നമ്മളൊരു പക്ഷേ നമ്മൾ ചെയ്യുന്നത് മറ്റു പലരും നോട്ടിഫൈ ചെയ്തെന്ന് വരത്തില്ല. ഒരു പക്ഷേ നമ്മൾ രഹസ്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിച്ചത്, ആമേൻ, ദൈവസഭയിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, ആമേൻ, അതുപോലെ കർത്താവ് നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്തത്, മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തത്, ദൈവദാസന്മാരെ സഹായിച്ചത്, ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തത്, എന്തെങ്കിലുമൊക്കെ ആമേൻ എൻകറേജ്മെൻറ്റിന് വേണ്ടി അവരോട് പറഞ്ഞ വാക്കുകൾ, അവർക്ക് വേണ്ടി ചെയ്ത സഹായങ്ങൾ ഒന്നും ദൈവം മറക്കത്തില്ല. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മനുഷ്യൻ മറക്കും, പക്ഷെ ദൈവം മറക്കത്തില്ല. അവൻ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. രണ്ടാമത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടീവ് എന്താണ്, നമ്മുടെ അതിൻ്റെ പിൻപിൽ, നമ്മൾ ചെയ്യുന്നതിൻ്റെ പിൻപിലുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചിലർ കൊടുക്കുന്നത് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി, ചിലർ കൊടുക്കുന്നത് ആമേൻ നമുക്ക് പേരും പ്രശസ്തിയൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ആകരുത്. നമ്മൾ എന്ത് ചെയ്യുന്നതും എനിക്ക് വേണ്ടി യേശു ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി യേശു ചെയ്തതുകൊണ്ട് ഞാൻ സഭയെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി യേശു ചെയ്തതുകൊണ്ട് ഞാൻ ദൈവദാസന്മാരെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി യേശു ആമേൻ കാര്യങ്ങളെ ചെയ്തതുകൊണ്ടാണ്. ആ ഒരു സ്നേഹത്തിൽ, യേശുവിനോടുള്ള സ്നേഹത്തിൽ വേണം നമ്മൾ ചെറുതായാലും വലുതായാലും എന്ത് ശുശ്രൂഷയാണേലും നമ്മൾ ചെയ്യുവാൻ. അപ്പോഴാണ് വേദോസം പറയുന്നത് അതിനെന്ത് ചെയ്യും, തക്കതായ പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിർത്തരുത്. ചെയ്യുന്ന പ്രവൃത്തി നിർത്തരുത്, സഹായിക്കുന്ന പ്രവൃത്തി നിർത്തരുത്, എൻകറേജ് ചെയ്യുന്ന പ്രവൃത്തി നിർത്തരുത്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അതൊക്കെ ചെയ്യുക. അതിനെല്ലാം നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. ആമേൻ. ഗലാത്യലേഖനം നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കാറുണ്ടല്ലോ. ആമേൻ, ആമേൻ. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, മടുക്കാഞ്ഞാൽ സമയത്തൊരു ഹാർവെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ ചിന്തിക്കും, ആരും ഒന്നും മാനിക്കുന്നില്ല, അവരൊരു താങ്ക് യു പറഞ്ഞില്ല, അവരെന്നെ എൻകറേജ് ചെയ്തില്ല. നോ പ്രോബ്ലം, ഡോണ്ട് മൈൻഡ്. അവർ ചെയ്യണ്ട, അവർ നിങ്ങളെ എൻകറേജ് ചെയ്യണ്ട, അവർ നിങ്ങളെ മാനിക്കേണ്ട, അല്ലെങ്കിൽ ആമേൻ ആരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട. രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ രഹസ്യത്തിൽ കാണുന്ന ദൈവം പരസ്യത്തിൽ നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഡൂ യുവർ വർക്ക്. ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ദൈവരാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കർത്തൃദാസന്മാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഡു ഇറ്റ്. അതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അവൻ നിശ്ചയമായിട്ട് പ്രതിഫലം തരിക തന്നെ ചെയ്യും. അവൻ പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലമുണ്ട്, ഉപവസിക്കുന്നതിന് പ്രതിഫലമുണ്ട്, ദൈവസഭയിൽ അവൻ പ്രവർത്തിക്കുന്നതിന് പ്രതിഫലമുണ്ട്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, അവൻ മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. അവൻ ദൈവദാസന്മാരെ ഒന്ന് താങ്ങുന്നതിന്, അവരുടെ ഒരു വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് ബലപ്പെടുത്തുന്നതിന്, അവരുടെ കൂടെ നിൽക്കുന്നതിന്, അവരുടെ താഴ്ചയിൽ അവരുടെ കൂടെ നിൽക്കുന്നതിന്, അവരുടെ ബലഹീന വശങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്നതിന്, ഇതിനെല്ലാം കർത്താവ് നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് കർത്താവിൻ്റെ മക്കളെ സഹായിക്കുന്നതിന് എല്ലാത്തിനും ദൈവമക്കളെ നമുക്ക് പ്രതിഫലമുണ്ട്. അവൻ ദൈവരാജ്യത്തിൽ ഏതൊരു വ്യക്തിയെ നമ്മൾ താങ്ങിയാലും സഹായിച്ചാലും അതിന് കർത്താവ് നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനുള്ള സ്നേഹത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരു
ഒരു തീരുമാനമെടുക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പുറ കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.